ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു. അത് തകർന്ന് താരിപ്പണമായില്ലേ? ഇനി എങ്ങനെ ഭാരതം മുന്നോട്ട് പോകും? ഇതാണ് ഇപ്പോഴത്തെ ചർച്ച. എല്ലാവർക്കും ഒറ്റ വാക്കേ പറയാനുള്ളൂ, രൂപയുടെ മൂല്യമിടിഞ്ഞു. ഇനി സമ്പദ് വ്യവസ്ഥ 4-മതായിരുന്നത് 6-ലേക്ക് പോയി. ഇനി എങ്ങനെ മുന്നോട്ട് ഈ മോദി കൊണ്ടുപോകും? ഉന്തിത്തള്ളി ഇതുവരെ കയറ്റിയതായിരുന്നു. എന്തൊക്കെ തള്ളായിരുന്നു മോദി പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ? ദൈവത്തിനറിയാൻ. ആ മൂപ്പര് അവിടെ ഡൽഹി കിടന്ന് എന്തെങ്കിലുമൊക്കെ ചിലക്ക് ഇതൊക്കെ വിശ്വസിക്കാമോ എന്നുള്ളതായിരുന്നു പലരുടെയും ചിന്ത. കാര്യം ശരിയാണ്, സമ്പദ് വ്യവസ്ഥയിൽ ഒരു ചെറിയ തിരിച്ചടി നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് IMFന്റെ വെളിപ്പെടുത്തൽ കൂടിയാണ്, റിപ്പോർട്ടിങ്ങിൽ വന്നിട്ടുള്ള കാര്യമാണ്. 2026 IMFന്റെ ലോക സാമ്പത്തിക കാഴ്ചപ്പാട് സംബന്ധിച്ചിട്ടുള്ള പുതിയ റിപ്പോർട്ടിലാണ് ഈ കണക്കുകളിലെ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ മാപ്രകൾക്കൊക്കെ വലിയ സന്തോഷമാണ്. ഇനി കുതിച്ചുയർന്നു അല്ലെങ്കിൽ നേരിയ ചലനം, നേരിയൊരു കയറ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലോ, 1 സെൻറ്റിമീറ്റർ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് 1 സെൻറ്റിമീറ്റർ വാർത്തയൊക്കെ കൊടുത്തിട്ട് അതങ്ങോട്ട് ഒതുക്കും. പക്ഷെ തകർന്നു എന്നെങ്ങാനും പറഞ്ഞ് ഇമാതിരി വാർത്ത കൊടുക്കാനായിട്ട് നമ്മുടെ മാപ്രകളെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിങ്ങിൽ വന്നിട്ടുള്ള കാര്യം എന്താണ് ശരിക്കും സംഭവിച്ചത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം മോദി ഇതല്ല ഇതിനപ്പുറം പറയും, തള്ളു മാത്രമായിരുന്നു, തള്ളിൻ്റെ പുറത്താണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നൊക്കെ പറയാനായിട്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിന് 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഈ റാങ്കിങ്ങിൽ മാറ്റം വരാനുള്ള കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണ്ടേ മോദിയെ കുറ്റം പറയാനായിട്ട്. 1, ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം. ഈ പശ്ചിമേഷ്യയിൽ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ പറയുന്ന മഹാന്മാർക്കൊക്കെ അറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ യുദ്ധം നടക്കുന്നുണ്ട്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ആ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ യുദ്ധ സാഹചര്യങ്ങളൊക്കെ കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രൂപയുടെ മൂല്യം കുറയാനായിട്ട് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്രൂഡ് ഓയിലിൻ്റെ വില അവിടെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ നിന്ന് കൊട്ടും പാട്ടും ബഹളമൊക്കെ തുടങ്ങി. ഇവിടെ ഭയങ്കര വില കുതിച്ചുയരും, ഇനി ആർക്കും പോകാൻ പറ്റില്ല, ഗ്യാസ് കിട്ടില്ല, അടപ്പ് പുകയില്ല. അടപ്പ് അല്ലെങ്കിൽ ഇപ്പം പുകയാറൊന്നുമില്ല, വല്ല 1-2 വീടുകളിൽ പുകഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, കാരണം എല്ലാം ഗ്യാസിലാണല്ലോ. അപ്പോൾ പിന്നെ പുകയില്ല എന്ന് പറയുന്നതിൽ ഇത്തരക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഈ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചത് കാരണം രൂപയുടെ മൂല്യം കുറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. IMFന്റെ ആഗോള GDP കണക്കാക്കുന്നത് ഡോളറിലാണ് എന്നുള്ള സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ രൂപയുടെ മൂല്യം കുറഞ്ഞപ്പോൾ പേപ്പറിലെ കണക്കുകളിൽ ഇന്ത്യയുടെ ആകെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് മാറി. അത് ഒന്നാമത്തെ ഒരു കാരണം. ഇനി രണ്ടാമത്തെ ഒരു കാരണമുണ്ട്. അത് GDP ബേസ് ഇയർ ആണ്. എന്താണത്? ഇന്ത്യൻ സർക്കാർ GDP കണക്കാക്കുന്ന അടിസ്ഥാന വർഷം 2011 നിന്നും 2022 മാറ്റിയിട്ടുണ്ട്. ഈ പുതിയ രീതിയാണിത്. ഈ പുതിയ രീതി കൂടുതൽ കൃത്യതയുള്ളതാണ് എന്നുണ്ടെങ്കിൽ പോലും താൽക്കാലികമായിട്ട് ഒരു നാമമാത്രമായിട്ടുള്ള സംഖ്യകളിലൊക്കെ കുറവുണ്ടാകും. ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏതൊരു മനുഷ്യനും നമ്മളൊരു ഒന്നും ചിന്തിക്കേണ്ട, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന്, നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന്, നമ്മൾ സ്ഥിരം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ താമസത്തിന്. അവിടെ പോകുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്കൊരു ജെർക്കിംഗ് ഒക്കെ ഉണ്ടാകും. സ്വാഭാവികമാണ്. ഇവിടെ താമസിച്ചിരുന്ന അതേപോലെ കൈയും വീശി നെഞ്ചും വിരിച്ച് ആളെ അറിയില്ല തരം അറിയില്ല എന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിലോ? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 2011 എന്ന് പറയുന്ന വർഷത്തിൽ നിന്ന് 2022 എന്ന് പറയുന്ന വർഷത്തിലേക്ക് അടിസ്ഥാന വർഷം മാറ്റിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഏറ്റക്കുറിച്ചിലുകൾ സംഖ്യകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. നമുക്കറിയാം യുദ്ധം നടക്കുന്നത് നോക്കുമ്പോൾ യുഎസും ഇസ്രായേലും ചെയ്യുന്ന ഇറാനെയല്ലേ അടിക്കുന്നത്. ഇസ്രായേൽ ആണെങ്കിൽ അപ്പുറത്തെ ലെബനോനിലും പോയിട്ട് അടിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. അത് ലോകത്ത് എവിടെ യുദ്ധം നടന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും എല്ലാ ലോക രാജ്യങ്ങളെയും ബാധിക്കും എന്നുള്ളതാണ് ഒരു ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിനെ ഇവിടെ ആദ്യം കൊണ്ടുവന്ന് ഇറക്കാൻ ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത് യുദ്ധമുണ്ടായതുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കും, അതുകൊണ്ട് പെട്രോളിനും ഡീസലിനൊക്കെ വില വർദ്ധിക്കും, ഗ്യാസ് കിട്ടാനില്ലാണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രചാരണങ്ങൾ നടന്നു. അത് നമ്മുടെ രാജ്യം അതിജീവിച്ചു.
അതിജീവിച്ചു എന്നുള്ളത് ഒരൊറ്റ മാപ്ര വായെടുത്ത് നാക്ക് വളച്ച് പറയത്തില്ല. അത് പറയില്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോദി എങ്ങാനും കയറി പോയിട്ടുണ്ടെങ്കിലോ? അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്. രാജ്യം ഒരു സാഹചര്യത്തെ എങ്ങനെ അതിജീവിച്ചു അല്ലെങ്കിൽ മറികടന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്തിരുന്നു കൊണ്ട് ആ രാജ്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഇന്ത്യ മഹാരാജ്യമായിരിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഭരണകൂടത്തിന് പോലും ഇത്ര വിശാല മനസ്സുള്ളത് എന്നുള്ളത് ഈ ഉള്ളവന് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നതുമില്ല. ഇനി ഒരു തിരിച്ചുവരവ് ഇന്ത്യക്ക് ഉണ്ടാകില്ലേ? അതും നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഇനി പറയുന്നത് ഈ പുതിയൊരു അനുമാന പ്രകാരം ലോക റാങ്കിങ്ങിലേക്ക് ഇനി 3-ാം സ്ഥാനത്തേക്ക് എത്തണം. നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയുമായിരുന്നു. ഇന്ത്യയുടെ എല്ലാ അടിത്തട്ട് മുതലുള്ള ഓരോ കാര്യങ്ങളുടെയും പ്രവർത്തനം അങ്ങനെയായിരുന്നു. നമ്മൾക്ക് 3-ാം സ്ഥാനത്ത് എത്തണം. 3-ാം സ്ഥാനമൊന്നുമല്ല, നമുക്ക് 2-ാം സ്ഥാനത്ത് എത്തണം. നമ്മളെ സംബന്ധിച്ച് 1-ാം സ്ഥാനത്ത് എത്തണം എന്നുള്ളത് തന്നെയാണ്. 1-ാം സ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെയും പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് പടിപടിയായിട്ട് ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന്, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് IMF അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വാർത്തയുടെ വാലറ്റത്ത് ഉണ്ടെന്ന് എഴുതി ചേർക്കും. അതൊരു വല്ലാത്ത ഒരു ഇതാണ്. അത് ഈ മാധ്യമങ്ങൾക്ക് അങ്ങനെ എഴുതിയാലേ അതിൻ്റെ ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി 2027 ഇന്ത്യയുടെ GDP $4.5 ട്രില്യൺ എത്തുമെന്നാണ് IMF പ്രവചിച്ചിട്ടുള്ളത്. IMF ഇത് പ്രവചിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിനും മുമ്പേ ഇന്ത്യ ഇതിലേക്ക് തന്നെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒരു സ്ഥലത്തുമല്ലാതെ കിടന്നിരുന്ന പൊസിഷനിൽ നിന്ന് ഇന്ത്യ ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് കൈവരിച്ച നേട്ടമാണ് ഈ 4-ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത്. അതിൽ നിന്ന് ചില സാഹചര്യങ്ങൾ കാരണം, അതും നമ്മുടേതല്ലാത്ത സാഹചര്യങ്ങൾ കാരണം ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഈ ഒരു സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിവെക്കുമ്പോഴും ഇനിയും നമുക്ക് കുതിച്ചുയരാൻ നമ്മുടെ മുന്നിൽ സമയം കിടക്കുന്നുണ്ട്. നമുക്ക് സാഹചര്യങ്ങൾ വളരെയുണ്ട്. നമുക്ക് ഇതിനു വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരുപാടുണ്ട്. പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യ ഇനിയും 2027 ഈ 4.5 ട്രില്യണിലേക്ക് സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഇനി 2031 വരെ കാത്തിരിക്കണം എന്നുള്ളതാണ്. 3-ാം സ്ഥാനത്തിന് വേണമെങ്കിൽ 2031 വരെ കാത്തിരിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി UK, ജപ്പാൻ എന്നിവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ വീണ്ടും ഈ മുന്നോട്ട് തന്നെ കുതിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം, ഇന്ത്യക്ക് ചെറിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതൊരു തിരിച്ചടി പോലുമല്ല എന്നുള്ളതാണ് സത്യത്തിൽ. അതെങ്ങനെയാണ് തിരിച്ചടി? നമ്മളുടെ കയ്യിലിരിപ്പുകൊണ്ട് നമുക്കൊരു കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. ഇത് റാങ്കിങ്, IMFൻ്റെ റാങ്കിങ് വരുമ്പോൾ അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. അത് പശ്ചിമേഷ്യൻ യുദ്ധം ഒരു വലിയ കാരണമായി മാറിയിട്ടുണ്ട്. പിന്നെ ബേസിക് ഇയർ മാറ്റിയതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലുള്ള സംഖ്യകളിൽ വന്നിട്ടുള്ള ചില ഏറ്റക്കുറച്ചിലുകളാണ്. അല്ലാതെ ഇന്ത്യയുടെ കുതിപ്പിന്, അവിടെയാണ് പോയിന്റ്, ഇന്ത്യയുടെ കുതിപ്പിന് ഇപ്പോഴും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇന്ത്യ അതിവേഗം മുന്നോട്ട് ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് പറയുന്നതൊക്കെ പറയാനോ, അതൊരു വലിയ രീതിയിൽ എങ്ങനെയാണ് IMF ഇന്ത്യയുടെ വളർച്ചയെ കാണുന്നത് എന്ന് പറയാനോ ഇവർക്ക്, ഈ മാധ്യമങ്ങൾക്കൊന്നും കഴിയുന്നില്ല, അല്ലെങ്കിൽ സുഡാപ്പികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആഗോള സാമ്പത്തിക രംഗം വലിയ കടബാധ്യതകളിലും വലിയ ജിയോ പൊളിറ്റിക്സ് സംഘർഷങ്ങളിലൊക്കെ വന്ന് പെട്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ലോകത്തിന് ആശ്വാസമേകുന്ന ഒരു വാർത്തയുമായിട്ട് അന്താരാഷ്ട്ര നാണയ നിധി വന്നിട്ടുള്ളത്. അപ്പോൾ വാഷിങ്ടണിൽ നടന്നിട്ടുള്ള IMFൻ്റെ സ്പ്രിംഗ് മീറ്റിങ്ങിൽ ചീഫ് ക്രിസ്റ്റലീന ജോർജിയേവയാണ് ഇന്ത്യയെ ലോക വളർച്ചയുടെ പ്രധാന ചാലക ശക്തിയായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അത് ഒരു വലിയ വാർത്തയാണ്. അതായത് ആഗോള ലോക വളർച്ചയുടെ വലിയ പ്രധാന ചാലക ശക്തിയായിട്ട് ഇന്ത്യ വർത്തിക്കുന്നു. അതൊരു വാർത്തയല്ല. പക്ഷേ ഇന്ത്യക്ക് റാങ്കിങ്ങിൽ ചെറിയ മാറ്റം വന്നു.
അത് വലിയ വാർത്തയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ സുരക്ഷയെല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന കുത്തിത്തിരിപ്പ് മാധ്യമങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഈ ഒരു ഇന്ത്യയുടെ കുതിപ്പിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇരട്ടി വേഗതയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മേധാവി പങ്കുവച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ചാലകശക്തിയായി പ്രവർത്തിക്കുന്നു? അതിൽ ഒന്ന് ഇരട്ടി വേഗതയാണ്. ആഗോള ശരാശരിയേക്കാൾ 2 ഇരട്ടിയോളം വേഗത്തിലാണ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എന്നുള്ളതാണ്. അടിത്തറ ഭദ്രമാണ് എന്ന് കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോ എന്തോ ചെയ്യും മോദി എന്ന് ചോദിക്കുന്നവരോടാണ് ഇന്ത്യയുടെ അടിത്തറ ഭദ്രമാണ്. രാജ്യത്തെ ശക്തമായിട്ടുള്ള മാക്രോ ഇക്കണോമിക് ഫണ്ടമെന്റലുകളും വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര ഡിമാൻഡും തന്നെയാണ് ഈ കുതിപ്പിന് പിന്നിൽ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, മാന്ദ്യം എന്ന് പറയുന്നത് ഇല്ല. അതായത് മാന്ദ്യം ഈ പറയുന്നവരുടെയൊക്കെ ഇങ്ങനത്തെ വാർത്തകൾ പടച്ചു വിടുന്നവർ, അതായത് ഇന്ത്യയെ പിന്നോട്ടടിക്കുമ്പോൾ അത് കൈയടിച്ച് ചിരിക്കുന്ന ആളുകളുടെ ബുദ്ധിക്കാണ് മാന്ദ്യം സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിന്റെ യാതൊരു ലക്ഷണവും ഇല്ല എന്നുള്ളതാണ് IMFന്റെ മേധാവി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നുമല്ലാതെയാണ് ഈ സുഡാപ്പിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ ചേർന്നുകൊണ്ട്, ഈ കട്ടിംഗ് സൗത്തുകാരും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അയ്യോ താഴെ പോയി, ഇനിയിപ്പോൾ മോദി എന്തോ ചെയ്യാനാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരിപ്പിക്കുന്നതും. അതുകൊണ്ട് ആരും ഇന്ത്യയുടെ ദേശീയതയെ സ്നേഹിക്കുന്ന ആരും ഭയപ്പെടേണ്ട. ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ കുതിപ്പ് മുന്നോട്ട് തന്നെയാണ്.